ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ തൃശ്ശൂർ എക്സിബിഷനാണ് കേട്ടോ. നമ്മുടെ പൂരം റിലേറ്റ് ചെയ്തിട്ട് എക്സിബിഷൻ ഉണ്ടായി. കഴിഞ്ഞൊക്കെ നമുക്ക് എക്സിബിഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ കൊല്ലം ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ബൈ ദ വേ നമുക്ക് എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാം. സോ അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒരു 5:30 കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എക്സിബിഷൻ നമ്മൾ എല്ലാ കൊല്ലവും മുടങ്ങാതെ കാണുന്ന ഒരു സംഭവമാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ തൃശ്ശൂർക്കാരായിട്ടുള്ള എല്ലാവരും പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ലെങ്കിലും പൂരത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ നമ്മൾ മിസ് ചെയ്യാറില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്തു പോവാണ് കേട്ടോ. സോ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ എക്സിബിഷൻ ഹാളിന്റെ അവിടേക്ക് എത്തിയിട്ടോ. അപ്പൊ നമ്മളിനി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. പൂരം കഴിഞ്ഞിട്ടായാലും നല്ല തിരക്കുണ്ട്. സോ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ എക്സിബിഷൻ ഹാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. എക്സിബിഷന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരാൾക്ക് 50 രൂപയാണ്. പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ID കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കേട്ടോ നമ്മൾ എക്സിബിഷൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ID കാർഡ് ഉണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമ്മുടെ ID കാർഡ് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളങ്ങനെ കയറിയിട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ നമ്മുടെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്ത് നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റും പില്ലോ കവറിൻ്റെയും സ്റ്റോളോട് കൂടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൽ കയറി സംഭവങ്ങളൊക്കെ ജസ്റ്റ് നോക്കി. പ്രത്യേകിച്ച് നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും ഈ കൊടും ചൂടിൽ നമുക്ക് വലിയ ഭ്രാന്തുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും. നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഭ്രാന്തുള്ള ഒരു കാര്യമാണ് എക്സിബിഷൻ. എക്സിബിഷനിൽ എല്ലാത്തിനും നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കൊല്ലവും പോവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ സമയത്താണ് നമ്മുടെ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മുടെ റൗണ്ടിലാണ് ഇതാ ഈ എക്സിബിഷൻ ഹാളുള്ളത്. കഴിഞ്ഞ കൊല്ലം എനിക്കിവിടെ എക്സിബിഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സിബിഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 2 ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൊല്ലം പക്ഷേ നമ്മൾ സ്റ്റോളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സിബിഷൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ പക്ഷേ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ കൊല്ലം എൻ്റെ അമ്മയ്ക്ക് ഈ വെജിറ്റബിൾ കട്ടർ വാങ്ങണമെന്ന് നിർബന്ധമാണ് കേട്ടോ. എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ ഒരു സൂപ്പറാണ്, നമുക്ക് വീട്ടിൽ പോയിട്ട് അങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് വാങ്ങും. എന്നിട്ട് പ്രത്യേകിച്ച് കട്ടിങ് ആ ചെല്ലുന്ന കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് എല്ലാ കൊല്ലവും പതിവായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നമ്മൾ അതൊക്കെയാണ് കേട്ടോ വാങ്ങുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റാളിലേക്ക് വേണ്ടി പോകാം. നമ്മൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തിരക്കിന് ഒട്ടും കുറവില്ല. ഭയങ്കര ചൂടും. ഇപ്പോഴത്തെ ചൂട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിരുന്നാലും നമ്മൾ എന്ത് വിചാരിച്ചു, എക്സിബിഷൻ കണ്ടിട്ട് തന്നെ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടി ജെമിനി സർക്കസ് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതും പൂരത്തിൻ്റെ സമയത്ത് തന്നെ വന്നതാണ്. പക്ഷേ സർക്കസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റിയില്ല. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 7 മണിയുടെ കണ്ടിട്ട് നമുക്ക് എക്സിബിഷന് വരാമെന്നൊരു പ്ലാനായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അങ്ങനെയാണ് നമ്മൾ നേരെ എക്സിബിഷൻ ഹാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഓരോ സ്റ്റാളുകളും തുറന്നിട്ടുണ്ടായത് കത്തികളുടെയൊക്കെ ഒരു സ്റ്റോളാണ്. നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സംഭവം വാങ്ങണം എന്നുണ്ട്, പിന്നെ എപ്പോഴും ഉള്ളതല്ല വെച്ചാൽ വാങ്ങിച്ചില്ല കേട്ടോ. എന്നിട്ട് മമ്മി തിരിച്ച് വന്നിട്ട് പിന്നെ അത് വാങ്ങിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ക്ലോത്തിൻ്റെ കോട്ടൻ്റെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. വാച്ച്, പിന്നെ ഇതാ ഈ മരത്തിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോളുകളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ. നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഓഫറിൽ ഓരോ സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ മറ്റേ പഞ്ചാബീസിൻ്റെയൊക്കെ കുർത്താസ്, സെറ്റി കവർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ റൈഡുകളൊക്കെ ഒരു ഗംഭീര രസമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും എല്ലാ കൊല്ലവും ആ റൈഡിലൊക്കെ കയറുന്നത് നല്ല രസമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ കയറാറില്ല, എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. പിന്നെ ഇതാ കോലാപ്പൂരി ചപ്പൽ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എല്ലാ കൊല്ലമുള്ളതാണ്. പിന്നെ പഴയ നമ്മുടെ നെസ്റ്റു മിഠായികൾ ഇത് നമ്മളിതാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പഞ്ഞി മിഠായും അതുപോലെ തന്നെ പല്ലൊട്ടിയല്ല, ഒരു ത്രാസ് പോലത്തെ ഒരു മിഠായില്ലേ, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിയർത്ത് കുളിച്ചൊരു വിധമായിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഫാൻ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ചൂടല്ലേ. പിന്നെ ഞാൻ ഓൾറെഡി ആമോസിന് കുറേ ബോട്ടിൽസിൽ വെള്ളവും സംഭവമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂടുള്ളതുകൊണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിച്ചാലും ഉണ്ണിക്ക് ഇങ്ങനെ പുറത്തത്തെ വെള്ളം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഉണ്ണിക്ക് നമ്മൾ കുറച്ച് പനക്കൽക്കണ്ടോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇത് കുറേ വേറെ മോട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി എന്നല്ലാണ്ട് നമ്മൾ വാങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ എല്ലാ കൊല്ലവും വരുന്ന ഐറ്റം തന്നെയാണ്. ഇതെന്ന് പറയുന്നത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. മിക്സിക്ക് പകരം നമുക്ക് മിക്സി പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇത്.
അടുത്ത സ്റ്റാൾ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലം ഉള്ളതാണ് കേട്ടോ, ചപ്പാത്തി മേക്കർ. ഈ ചപ്പാത്തി മേക്കറിൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും വരാറില്ല, പക്ഷെ എന്തോ ഇവർ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആവാറുണ്ട്. ഇവിടെ വീട്ടിലുണ്ടായത് ആദ്യമൊക്കെ യൂസ് ചെയ്തു, ഇപ്പോൾ യൂസ് ചെയ്യാറൊന്നുമില്ല. നമുക്ക് ഈ ഷേപ്പിലൊന്നും കിട്ടില്ല ഇവർ കാണിക്കുന്ന പോലെയൊക്കെ കേട്ടോ. എന്നാലും നമ്മളിത് എല്ലാ കൊല്ലവും നോക്കിയിരിക്കുന്ന സംഭവം തന്നെയാണ്. അങ്ങനെ ഈ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇവർ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടിരിക്കാനായിട്ട് രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമോസ് നല്ല ഉറക്കത്തിലായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തീരുന്നു. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി, കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ടോയ്സൊക്കെ കുറച്ച് വാങ്ങിച്ചുള്ളൂ, കാരണം ഉണ്ണി നോക്കി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. കാരണം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ അവർ ഈ സ്റ്റോൾ ഇടുന്നതും ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണല്ലോ അവരെന്തായാലും റേറ്റ് ഇടുക. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എന്നാലും വാങ്ങേണ്ടവർക്കൊക്കെ വാങ്ങാം കേട്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഫർണിച്ചർ തൊട്ട് എക്സസൈസ് ചെയ്യണ സംഭവങ്ങൾ, ഡ്രസ്സ്, ടോയ്സ്, പിന്നെ നമ്മുടെ വീട്ടിൽ വയ്ക്കാനുള്ള സംഭവങ്ങൾ, അങ്ങനെ A to Z കാര്യങ്ങൾ നമുക്ക് ഈ എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പിന്നെന്താ കുറേ ഓഫറിൽ കുറേ പാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരെന്താ ഇങ്ങനെയാണ് ചപ്പാത്തി മേക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അടുത്ത് നമ്മളിതാ ഈ കാണുന്ന സ്നാക്സാണ് കേട്ടോ. ഗുജറാത്ത് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഇത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മിക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളിത് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ എല്ലാ കൊല്ലമുള്ള പരിപാടിയാണ് അച്ചാർ ടേസ്റ്റ് ചെയ്യൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഇത് ആമോസ് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ ഈ വട്ടം വെറൈറ്റി ആയിട്ടുള്ള ചക്ക അലുവ, മാംഗോ അലുവ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തല്ലാണ്ട് നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഐസ്ക്രീം കുറച്ചൊക്കെ ആമോസിന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ നമ്മളടുത്തേക്ക് ഇങ്ങനെയും പെട്ടെന്ന് തീർന്നാൽ മതിയെന്നായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടെടുത്തിട്ടേ ഇതെല്ലാം നല്ല 1000 എബോവാണ് ഈ ഡ്രസ്സും കോട്ടൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നത്. പിന്നെ ബാംഗിൾസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അച്ചാറുകൾ. നല്ല ഉപ്പുണ്ട്, എന്നിരുന്നാലും നമ്മളതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഇതൊക്കെ നമ്മുടെ എക്സിബിഷനിൽ പതിവായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവർക്കാണെങ്കിൽ അറിയും, നമ്മൾ എക്സിബിഷനിൽ ടേസ്റ്റ് ചെയ്യണ പരിപാടി. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ ഇതിനുള്ളിൽ തന്നെ അക്വേറിയം, വേറെ എക്സ്ട്രാ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്താലാണ് കയറാൻ പറ്റുക. ഞങ്ങൾക്ക് പിന്നെ എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്നായി ചൂടെടുത്തിട്ട്. പിന്നെ ഈ റൈഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ റൈഡുകൾ കണ്ടപ്പോൾ നമ്മുടെ ആമൂസിനെ ട്രെയിനിൽ കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആമൂസും പപ്പയും കൂടി ട്രെയിനിൽ കയറിയാൽ ഈ സംഭവങ്ങളിലൊന്നും ഞാൻ കയറാറില്ല കേട്ടോ. ഇതിൻ്റെ കാള് പിക്കു ജോബേബിയാണ്. ജോബേബി പിന്നെ എക്സിബിഷനൊന്നും വരാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, കാരണം കുറേ നടക്കണ്ട, പുള്ളിക്കാരന് മടിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പോകാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ജസ്റ്റ് ഒന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ കൂടി മിസ് ചെയ്തൊരു സമയം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അല്ലാതെ എല്ലാ കൊല്ലവും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഒറ്റ കൊല്ലം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. ഇവരിതാ ട്രെയിനിൽ കയറി. ഈ സംഭവത്തിൽ കയറേണ്ട ഒരാൾക്ക് 80 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ണിയുടെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റും, അല്ലാതെ ഉണ്ണി എന്തായാലും ഇരിക്കുകയൊന്നുമില്ലല്ലോ. പിന്നെ വേറെ കുട്ടികളുടെ റൈഡുകളുണ്ട്. ആ റൈഡുകളിലൊന്നും നമുക്ക് എന്താ പറയുക, ഉണ്ണീനെ വിശ്വസിച്ചിട്ട് അങ്ങനെ ഇരുത്താൻ പറ്റില്ല. ഇത് പിന്നെ കുറച്ച് സേഫ് ആയിട്ടുള്ളതുകൊണ്ട്, പിന്നെ ഓൾറെഡി പപ്പയുള്ളതുകൊണ്ടും കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾമോസ്റ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇതിന് 80 രൂപയാണ്. ബാക്കിയുള്ള എൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഈ റൈഡുകളോട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചത് എക്സിബിഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പം ഇനി എന്താ പറയുക, നെക്സ്റ്റ് ഇയറിലാണെങ്കിലും നമ്മൾ പോകും. നമുക്കറിയാം ഇത്രയും കാര്യങ്ങളാണ്, ഭയങ്കര റേറ്റാന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ എക്സിബിഷൻ. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ എക്സിബിഷൻ എന്നുള്ളത്. പിന്നെ ഇത് ഇറങ്ങാൻ നേരത്തെ ഈ ലൈറ്റിൻ്റെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് നല്ലൊരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. പാട്ടിൻ്റെ ഷോയിലൊക്കെ പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഷോയിൽ നമ്മുടെ ആമൂസിന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡാൻസ് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും
എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയായിരുന്നു സ്ഥലത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ടേക്ക് കെയർ.